വന്ന വഴികളിലും നിന്ന ഇടങ്ങളിലും എന്നെ മാനിച്ച നല്ലിടയാ, ഇന്നു നിൻ സന്നിധിയിൽ വരുവാനിൽ യോഗ്യതയില്ല നാഥ. പുകഴുവാൻ പറയുവാൻ എന്നിലൊന്നുമേ ഇല്ല ദേവാ. ഏതൊരു കാര്യത്തിനും പ്രവേശനാനുമതി ആവശ്യമാണ്. ഉന്നത പഠനത്തിനായാലും ഒരു ജോലിയിൽ ചേരുന്നതിനായാലും അനുമതി പത്രം ആവശ്യമാണ്. ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരെ സന്ദർശിക്കാൻ അധികാരികളുടെ അനുമതി പത്രം ആവശ്യമാണല്ലോ. പ്രധാനമന്ത്രി, അതുപോലെ തന്നെ രാഷ്ട്രപതി തുടങ്ങിയ ഉന്നത വ്യക്തികളെ അവർ ഒരു വിരുന്നിനെ വിളിച്ചാൽ, അതിനുള്ള അനുമതി ലഭിച്ചാൽ അതൊരു വലിയ പദവിയായിട്ട് എല്ലാവരും കരുതുന്നു. ഇങ്ങനെയുള്ള VIP-കളെ സന്ദർശിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ വലിയവനായിരിക്കുന്ന ഉന്നതനായിരിക്കുന്ന സർവശക്തനായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുവാനായിട്ട് മനുഷ്യൻ എങ്ങനെ കഴിയും? ദൈവസന്നിധിയിലേക്ക് എങ്ങനെ പ്രവേശനം ലഭിക്കും? ഈ സത്യം ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഹാനോക്ക്, നോഹ തുടങ്ങിയ ഭക്തന്മാർ ദൈവത്തോടൊപ്പം നടന്നതായിട്ട്, ജീവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യ മനുഷ്യരായ ആദാമിനെയും ഹവ്വയെയും ദൈവം അവരെ ആക്കിയിരുന്ന തോട്ടത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സന്ദർശിച്ചിരുന്നു. എന്നാൽ അവർ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധവും കൂട്ടായ്മയും നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നുവെന്നും ബൈബിൾ വെളിപ്പെടുത്തുന്നു. മനുഷ്യനെ ദൈവം തൻ്റെ സാന്നിധ്യത്തിൽ നിന്നും പുറത്താക്കി ഏദനിലേക്കുള്ള പ്രവേശനം തടയുകയും ചെയ്തു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരം, അഥവാ തൻ്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവത്വത്തിലേക്കുള്ള പ്രവേശനം വീണ്ടും മനുഷ്യനെ പുനഃസ്ഥാപിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ദേവാലയത്തിൽ ദൈവസാന്നിധ്യമുള്ള സ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലമായി വേർതിരിച്ചിരുന്നു. ഒരു കട്ടിയായ തിരശ്ശീല കൊണ്ട് ആ ഭാഗം മറച്ചിരുന്നു. അവിടേക്ക് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതനല്ലാതെ വേറെ ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ സമയത്ത് ആ ദേവാലയത്തിൻ്റെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം ചീന്തപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു, എന്നേക്കുമുള്ള പ്രവേശനം സാധ്യമായി എന്നാണ് സെയിൻറ്റ് പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പിന്നെയും പറയുകയാണ്, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. എഫെസ്യ ലേഖനം 2-18 സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലാണ് നാം ദൈവമക്കൾ അറിയപ്പെടുന്നത്. ദൈവം വസിക്കുന്ന ഇടത്തെ കൃപാസനം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി ദൈവമക്കളായിരിക്കുന്ന ഓരോരുത്തരും ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന് എബ്രായ ലേഖനം 4-16 പറഞ്ഞിരിക്കുന്നു. ആർക്കും ദൈവത്തിലേക്ക് അടുത്തു വരാം. അതിനുള്ള അനുമതി ക്രിസ്തുവിലൂടെ ഏവർക്കും ലഭിച്ചിരിക്കുന്നു. ഏത് സമയത്തും ആർക്കും പ്രവേശിക്കാം. പ്രവേശനം സൗജന്യമാണ്. അത് തള്ളിക്കളയരുതേ. ഗോഡ് ബ്ലെസ് യു.